ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് ബേസ്ഡ് റീഡിംഗ് ആണ്. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിന്റെ ഒരു ട്രൂത്ത് ആണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വരുന്ന പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുക, നെഗറ്റീവായ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിട്ടുകളയുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോയാലോ? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഒരു ഹാർട്ട് ട്രൂ സ്പ്രെഡ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. നമുക്ക് നോക്കാം. ഇപ്പോൾ ആ വ്യക്തി ഹൃദയത്തിൽ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ആ വ്യക്തി നിങ്ങളോട് ഇപ്പോൾ പുറത്തേക്ക് കാണിക്കുന്ന പെരുമാറ്റം ഏത് രീതിയിലുള്ളതാണ്? ഈ ബന്ധത്തിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ എന്താണ് പഠിക്കേണ്ട പാഠം? ഈ ബന്ധം ഏത് ദിശയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്? ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ ഹൃദയത്തിലുള്ള ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയൊരു കാർഡ് എന്ന് പറഞ്ഞ മേജർ അർക്കാന കാർഡ് സൺ എന്ന് പറഞ്ഞ ഒരു കാർഡാണ്. അതൊരു പവർഫുൾ ആയ കാർഡ് തന്നെയാണ്. അപ്പോൾ ഹൃദയത്തിൽ നിങ്ങളോടുള്ള സ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ ഫീലിങ്സ് എന്ന് പറയുന്നത് ഇരുട്ടിൽ നിന്നും അവർ വെളിച്ചത്തിലേക്ക് നടത്തിയ ഒരു വ്യക്തിയായിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത്. അതായത് അവരുടെ ജീവിതത്തിൽ ഇരുട്ടിലൂടെ നടന്ന സമയത്താണ് നിങ്ങൾ എന്ന വെളിച്ചത്തെ അവർ കണ്ടുമുട്ടിയത് എന്നൊരു ഫീലിങ്സ് ആണ് അവർക്ക് നിങ്ങളോട് ഉള്ളത്. അവർക്ക് നിങ്ങൾ നിൽക്കുമ്പോൾ ലഭിക്കുക എന്ന് പറയുന്നത് ഒരു സൂര്യനെ കാണുമ്പോഴുള്ള ഒരു പ്രകാശം തന്നെയാണ്. നിങ്ങളുടെ പ്രസൻസ് എന്ന് പറയുന്നത് അവർക്കൊരു പ്രകാശമാണ്, ലൈറ്റായിട്ടാണ് അവർ കാണുന്നത്. ജീവിതത്തിൻ്റെ ഒരു പ്രകാശമായിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത്. ആ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് പുറത്തേക്ക് കാണിക്കുന്ന പെരുമാറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് പേജ് ഓഫ് പെറ്റിക്കിൾസ് എന്ന് പറഞ്ഞൊരു കാർഡാണ് കിട്ടിയത്. എന്ന് പറഞ്ഞ് ആ വ്യക്തി നിങ്ങളെ ഒരു പ്രഷ്യസ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ ഇപ്പോൾ ആ വ്യക്തി ഒരു സൈലൻസിലാണ് എന്നാണ് കാണുന്നത്. നിങ്ങളോടിപ്പം മിണ്ടാതിരിക്കുന്നുണ്ടാവാം, പക്ഷേ നിങ്ങളിലേക്ക് തന്നെ നോക്കിയിരിക്കുന്ന ഒരു എനർജിയാണുള്ളത്. അപ്പോൾ ആ വ്യക്തി പുറത്തേക്ക് നിങ്ങളോട് കാണിക്കുന്നത് ഒരു സൈലൻസ് ആണ് എന്നാണ് ഇത് കാണുന്നത്. പക്ഷെ എങ്കിലും നിങ്ങളോട് ഇമോഷൻസ് ആ വ്യക്തിക്ക് ഉണ്ട് എന്നും ഈ കാർഡ് പറയുന്നു. ഈ ബന്ധത്തിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ എന്താണ് പഠിക്കേണ്ട പാഠം എന്ന് നമുക്ക് നോക്കാം. ദ ഹാങ്ഡ് മാൻ എന്ന് പറയുന്ന ഒരു മേജർ അർക്കാന കാർഡാണ് നമുക്ക് കിട്ടിയത്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോസ്റ്റ് സ്റ്റേജിലാണ് എന്നാണ് കാണുന്നത്, ഒരു സ്റ്റക്ക് എനർജിയിലാണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്റ്റ് ആയിരിക്കാം. അപ്പോൾ അതിൽ നിന്ന് നിങ്ങളിപ്പോൾ പഠിക്കേണ്ട പാഠം എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്. ക്ഷമ നന്നായിട്ട് പഠിക്കണം. പിന്നെ ഈ റിലേഷൻഷിപ്പ് മാത്രമല്ല, ബന്ധങ്ങളിലെ ചില കാര്യങ്ങൾ നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പോസ് എനർജി വന്നിരിക്കുന്നത് എന്നാണ് കാണുന്നത്. നിങ്ങളിപ്പോൾ സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിനെ പറ്റി നിങ്ങൾ പലതും പഠിക്കേണ്ടതുണ്ട്, ബന്ധങ്ങളെ പറ്റി പലതും പഠിക്കേണ്ട ഒരു സമയമാണ് എന്നാണ് കാണുന്നത്. ഈ ബന്ധം എവിടേക്കാണ് പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. 8 of Wands എന്ന് പറഞ്ഞൊരു കാർഡാണ് കിട്ടിയത്. ഇത് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ